വിദ്യാർത്ഥികളെ, 8ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം ഫസ്റ്റ് ടൈം ഇവാലുവേഷന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ഒരു കലാപവുമായി ബന്ധപ്പെട്ട സൂചനകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. കലാപം ഏതെന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന സൂചനകൾ 1899 ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സായുധ കലാപമാണിത്. ഈ ഗോത്രവർഗ കലാപം ഉൽഗുലാൻ എന്നറിയപ്പെടുന്നു. ഇത് ഏതാ കലാപമാണ്? മുണ്ട കലാപം. ഓപ്ഷൻ ഡി ആണ്, മുണ്ട കലാപമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ കോളത്തിന് അനുയോജ്യമായി ബി കോളം ക്രമപ്പെടുത്തി ചുവടെ നൽകിയിട്ടുള്ളതിൽ നിന്നും ശരിയായത് തെരഞ്ഞെടുത്ത് എഴുതാനാണ്. എയിൽ തന്നിരിക്കുന്നത് ഡേവിഡ് റിക്കോർഡോ, ജെ എ ഷുംപീറ്റർ, ദാദാഭായ് നവറോജി, കാൾ മാർക്സ്. ബിയിലും മിച്ചമൂല സിദ്ധാന്തം, ചോർച്ചാ സിദ്ധാന്തം, പാട്ട സിദ്ധാന്തം, സൃഷ്ടിപരമായ നശീകരണം. ഇതില് ഡേവിഡ് റിക്കോർഡോ പാട്ട സിദ്ധാന്തമാണ്. പിന്നീട് ജെ ഷുംപീറ്റർ എന്ന് പറയുന്നത് സൃഷ്ടിപരമായ നശീകരണമാണ്. ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തമാണ്. കാൾ മാർക്സ് മിച്ചമൂല സിദ്ധാന്തമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രസ്താവന, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രസ്താവന 1. ഒരു പ്രസ്താവന തന്നിട്ടുണ്ട്. ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന് ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനമാണ് ഉത്തരായനം. പ്രസ്താവന 2. ഗ്രീഷ്മ അയനാന്തന ദിനത്തിനെ തുടർന്ന് ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനമാണ് ദക്ഷിണായനം. മുകളിൽ നൽകിയിട്ടുള്ള പ്രസ്താവനകൾ വിശകലനം ചെയ്ത് ശരിയായത് തെരഞ്ഞെടുത്ത് എഴുതാനാണ്. ഓപ്ഷൻ ബി പ്രസ്താവന 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന സൂചനകളിൽ നിന്ന് വ്യക്തിയെ തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. ശൈശവ വിവാഹത്തിനെതിരെ നിലകൊണ്ടു. ആര്യ മഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. വിധവകളുടെ പുനരധിവാസത്തിനായി ശാരദാ സദനം എന്ന അഭയകേന്ദ്രം സ്ഥാപിച്ചു. ഇതാരാണ്? പണ്ഡിത രമാഭായി. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ലോക ഭൂപടം നിരീക്ഷിച്ച് പി എന്നത് ഏത് രേഖാംശ രേഖയെ സൂചിപ്പിക്കുന്നു എന്ന് എഴുതുക. ഈ രേഖയുടെ സവിശേഷതകൾ കൂടി വ്യക്തമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അന്താരാഷ്ട്ര ദിനാങ്കന രേഖ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അന്താരാഷ്ട്ര ദിനാങ്കന രേഖ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത നോക്കാം. ഇരുവശത്തുമായി 24 മണിക്കൂർ സമയ വ്യത്യാസമുണ്ട്. ഈ രേഖ മുറിച്ച് കിഴക്കോട്ട് യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് ഒരു കലണ്ടർ ദിനം നഷ്ടമാവുകയും പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുന്നവർക്ക് അധികം ലഭിക്കുകയും ചെയ്യും. ഈ രേഖ മുറിച്ച് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾ ഒരു ദിവസം കൂട്ടിയും കിഴക്കോട്ട് പോകുന്ന സഞ്ചാരികൾ ഒരു ദിവസം കുറച്ചുമാണ് സമയം കണക്കാക്കുന്നത്. നെക്സ്റ്റ്, ഗ്രീനിച്ച് മെറിഡിയനിൽ രാവിലെ 8 മണി ആയിരിക്കുമ്പോൾ 15 ഡിഗ്രി കിഴക്കും 15 ഡിഗ്രി പടിഞ്ഞാറും സമയം എത്രയായിരിക്കും എന്നാണ്. ഇവിടെ 0 ഡിഗ്രി AM ആണെങ്കിൽ 15 ഡിഗ്രി പടിഞ്ഞാറ് 15 ഡിഗ്രി പടിഞ്ഞാറ് 7 AM, 15 ഡിഗ്രി കിഴക്ക് 9 AM ആയിരിക്കും. ഒന്ന് കൂട്ടിയും ഒന്ന് കുറച്ചും. ഓക്കെ. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങളുടെ നാൾവഴിയുമായി ബന്ധപ്പെട്ട ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാനാണ്. മാഗ്ന കാർട്ട എയില് അമേരിക്കൻ അവകാശ പത്രികയാണ് വരുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം. അടുത്ത ബിയില് ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ, എയും ബിയും സുഹൃത്തുക്കളാണ്. ഇവരിൽ എ എന്നയാൾ വീട് നിർമ്മിച്ചു, ബി എന്നയാൾ ഒരു ആഡംബര കാർ വാങ്ങി. ഈ രണ്ട് സന്ദർഭങ്ങളിലും വ്യക്തികളുടെ ഏത് തരം ആവശ്യങ്ങളാണ് നിറവേറ്റപ്പെട്ടത്? എയില് എന്താണ്? വീട് എന്നുള്ളത് അയാളുടെ അടിസ്ഥാന ആവശ്യമാണ്. അപ്പൊ അടിസ്ഥാന ആവശ്യമാണ് നിറവേറ്റപ്പെട്ടത്. ബി എന്നുള്ളത് അദ്ദേഹത്തിന് സന്തോഷത്തിന് വേണ്ടി വാങ്ങിയതാണ്. അപ്പൊ സന്തോഷദായക ആവശ്യമാണ് നിറവേറ്റപ്പെടുന്നത്. ഇനി 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ 8ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും റിട്ടുകളിലൂടെയാണ് മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ് പ്രൊഹിബിഷൻ, കൊവാറന്റോ, സെർഷ്യോ തുടങ്ങിയവയാണ് വിവിധ റിട്ടുകൾ എന്ന് പറയുന്നത്. ഇനി 8ലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. വിദ്യാഭ്യാസ അവകാശ നിയമം സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങളിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. വ്യക്തമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്.
2009 വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള മാർഗങ്ങളാണ് വേണ്ടത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ. ഇതും പ്രകാരം മതപരവും ഭാഷാപരവും സംസ്കാരവുമായ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനും അവകാശമുണ്ട്. അപ്പം 2009 വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലേക്ക് സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കി. അതുപോലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളും ആണ് നൽകിയിരിക്കുന്നത്. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആര്? കേഴ്സൺ പ്രഭു ആണ് ബംഗാൾ വിഭജനം നടത്തിയത്. ബംഗാൾ വിഭജനം സ്വദേശി പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തിയത് എങ്ങനെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ശക്തിപ്പെടുത്തിയത്? വിഭജനം നിലവിൽ വന്ന 1905 ഒക്ടോബർ 16 ബംഗാളിലുടനീളം ദുഃഖാചരണം നടന്നു. കൽക്കത്തയിൽ ഹർത്താൽ ആചരിച്ചു. രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച അമർ സോണാർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനവും ആലപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവിൽ സംഘടിച്ചു. ഈ പ്രതിഷേധങ്ങൾ ഒരു വലിയ സമരമായി മാറി. ഇതാണ് എന്ത്? സ്വദേശി പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായ ഒരു കുതിച്ചാട്ടം ഉണ്ടായത് സ്വദേശി പ്രസ്ഥാനത്തോട് കൂടിയാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ. സമകാലീന ഇന്ത്യയിൽ ഗാന്ധിയൻ സാമ്പത്തിക ചിന്തകളുടെ പ്രാധാന്യം വ്യക്തമാക്കുക. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്തൊക്കെയാണ്? സ്വയം പര്യാപ്തത, വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ സമ്പത്ത് വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത്. പ്രാദേശികമായി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായി പ്രാദേശിക വിപണികൾ വിപുലപ്പെടുത്തുക. സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിനായി സാമ്പത്തിക സമത്വം ലഘൂകരിക്കുക. 11ാമത്തെ ക്വസ്റ്റ്യൻ. വിവിധ ഋതുക്കളുടെ പേരെഴുതി അവയിൽ ഏതെങ്കിലും ഒന്നിന്റെ സവിശേഷതകൾ വിശദമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമുക്കറിയാം വസന്തകാലം, ഗ്രീഷ്മകാലം, ശരത്കാലം, ശൈത്യകാലം. അപ്പൊ ഇതിൽ ഒന്നിലിന്റെ ഇത് ചെയ്യാൻ വസന്തകാലത്ത് സസ്യങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. ഈ കാലയളവിൽ പകലിന്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നു. ഇനി നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയും റൈറ്റ് വാരി സമ്പ്രദായവും ഇന്ത്യൻ കർഷകരെ എങ്ങനെയെല്ലാം ബാധിച്ചു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ബാധിച്ചതെന്ന് നോക്കാം. ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടി. കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വന്നു. കടക്കണലിൽപ്പെട്ട കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടു. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. അതിലെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ 1859 നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമായിരുന്നു ബംഗാളിലെ നീലം കർഷക കലാപം. ഈ കലാപത്തിന് കാരണമായ സാഹചര്യങ്ങൾ വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് അതിന് കാരണമായ കാര്യങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന്, ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായ അമരച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. അമരച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് ബ്രിട്ടീഷുകാർ നൽകിയിരുന്നത്. കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും വഴിതെളിച്ചു. കൃത്രിമ ചായം കണ്ടെത്തിയതോടെ നീലത്തിന്റെ ആവശ്യകത കുറഞ്ഞത് ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു. മറ്റു വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് തിരിഞ്ഞു. നെക്സ്റ്റ് 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ദേശീയത ശക്തമാക്കുന്നതിന് ഇടയാക്കിയ സാഹചര്യങ്ങൾ സൂചനകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സൂചനകൾ സാമ്പത്തിക നയവും പാശ്ചാത്യ വിദ്യാഭ്യാസവുമാണ് നൽകിയിരിക്കുന്നത്. സാമ്പത്തിക നയം. ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കോളനിയായും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായും ഇന്ത്യ മാറി. സാമ്പത്തിക ചൂഷണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. ഇതിനായി അവർ സ്വീകരിച്ച നയങ്ങൾ ഇന്ത്യയിൽ തൊഴിലില്ലായ്മയ്ക്കും ദാരിദ്ര്യത്തിനും കാരണമായി. തൽഫലമായി കർഷകർ, കൈവേലക്കാർ, ചെറുകിട കച്ചവടക്കാർ, ഗോത്ര വിഭാഗക്കാർ തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാശ്ചാത്യ വിദ്യാഭ്യാസമാണ്. പാശ്ചാത്യ വിദ്യാഭ്യാസം എങ്ങനെയാണ്? പാശ്ചാത്യ വിദ്യാഭ്യാസ
ബ്രിട്ടീഷുകാരുടെ മേന്മയെ ഉയർത്തിക്കാണിക്കാനും ഇന്ത്യയെ സാംസ്കാരികമായി തങ്ങൾക്ക് വിധേയമാക്കാനും തങ്ങളോട് അനുഭവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കാനുമാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത്. എന്നാൽ ഇംഗ്ലീഷിൽ വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർ ജനാധിപത്യം, സ്വാതന്ത്ര്യം, സ്ഥിതി സമത്വം, തുല്യനീതി, ശാസ്ത്രബോധം, പൗരാവകാശം എന്നിവയെക്കുറിച്ച് ബോധമുള്ളവരായി മാറി. പുതിയ ആശയങ്ങൾ പരിചയപ്പെടുത്തിയ ഇന്ത്യക്കാർ തങ്ങളുടെ രാജ്യം എങ്ങനെ ബ്രിട്ടന്റെ കീഴിലായി എന്ന് ചിന്തിച്ചു. ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി അവർ നിരന്തരം സംസാരിച്ചു. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സാമൂഹ്യ പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. സാമൂഹിക പരിഷ്കരണ രംഗത്ത് രാജാറാം മോഹൻ റോയ് നടപ്പിലാക്കിയ പ്രധാന പ്രവർത്തനങ്ങൾ വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് അദ്ദേഹം നോക്കാം. ഒന്ന്, അദ്ദേഹം സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു. ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. ശൈശവ വിവാഹം, ബഹുഭാര്യത്വം എന്നീ സാമൂഹിക നന്മകൾക്കെതിരെ പോരാടി. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെയായി ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഈ സമരത്തിലേക്ക് നയിച്ച കാരണങ്ങൾ വിശകലനം ചെയ്യുക. 1, ദത്തവകാശ നിരോധന നിയമം. 2, ഇന്ത്യൻ സൈനികരുടെ അസംതൃപ്തി. അപ്പോൾ അത് വെച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദത്തവകാശ നിരോധന നിയമം. ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ചാവകാശികളായി ആൺമക്കൾ ഇല്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു ആൺകുട്ടിയെ അനന്തരാവകാശിയായി ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന ഡൽഹൌസി പ്രഭു നടപ്പാക്കിയ ദത്തവകാശ നിരോധന നിയമപ്രകാരം ദത്തെടുക്കാനുള്ള രാജാവിന്റെ അധികാരം ഇല്ലാതായി. അനന്തരാവകാശി ഇല്ലാതാകുന്നതോടെ ആ നാട്ടുരാജ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. ഇന്ത്യൻ സൈനികരുടെ അസംതൃപ്തി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നെങ്കിലും ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനവും മോശം ഭക്ഷണവും താമസ സൗകര്യവുമായിരുന്നു നൽകിയിരുന്നത്. നിറഞ്ഞ ഈ സാഹചര്യത്തിലാണ് കമ്പനി പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തത്. അതിന്റെ വെടിയുണ്ടകൾക്ക് കൊഴുപ്പുകൊണ്ട് ഗ്രീസ് പുരട്ടി ഒരു കടലാസ് കവർ ഉണ്ടായിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് ഈ കവർ കടിച്ചു കീറണമായിരുന്നു. കവറിൽ പുരട്ടിയിരുന്നത് പശുവിന്റെയും പന്നിയുടെയും ഉണ്ടാക്കിയ ഒരുതരം ഗ്രീസ് ആയിരുന്നു എന്ന പ്രചാരണം സൈനികർക്കിടയിൽ ഉണ്ടായി. ഇത് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു. ഇതിനെതിരെ പ്രതിഷേധം സൈനികരുടെ ഇടയിൽ ഉണ്ടായി. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് നിർബന്ധിച്ച് ബ്രിട്ടീഷ് സൈനികർ ആക്രമിച്ചതിന് മംഗൾ പാണ്ഡെ 1857 ഏപ്രിൽ 8 ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. ഇതിനെ തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിൽ സൈനികർ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്രീഷ്മ അയനാന്ത ദിനം, ശൈത്യ അയനാന്ത ദിനം എന്നിവ താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് പറഞ്ഞാൽ ഉത്തരാർദ്ധഗോളത്തിൽ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്ന് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം വടക്കോട്ട് ഉത്തരായന രേഖ വരെയാണ്. ഇതിന്റെ ഫലമായി ജൂൺ 21 ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു. ഈ ദിവസം ഗ്രീഷ്മായന അയനാന്ത ദിനം എന്ന് പറയുന്നു. മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധ ഗോളത്തിലായതിനാൽ ഈ കാലയളവിൽ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായി പകൽ വെളിച്ചം ഉണ്ടാകും. ശൈത്യ അയനാന്ത ദിനം ദക്ഷിണാർദ്ധഗോളത്തിൽ സെപ്റ്റംബർ 23 മുതൽ സെപ്റ്റംബർ 22 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം മാറ്റം തെക്കോട്ട് ദക്ഷിണായന രേഖ വരെയാണ്. ഇതിന്റെ ഫലമായി ഡിസംബർ 22 ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു. ഈ ദിവസം ശൈത്യാനന്ത ദിനം എന്നറിയപ്പെടുന്നു. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ നേടുന്ന 6 മാസക്കാലം സൂര്യൻ ആപേക്ഷിക സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായതിനാൽ ഈ കാലയളവിൽ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായി ഇരുട്ടായിരിക്കും. അപ്പൊ ഇത്രയുമാണ് നിങ്ങളുടെ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമൂഹ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.